all. Welcome to EdFil Learning. ഇന്ന് നമ്മൾ PYQ സെഷനിൽ പ്രീവിയസ് ഇയറിൽ കാറ്റഗറി 1 പാർട്ട് 3 ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്തവർക്ക് അവരുടെ പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് എല്ലാവരും റെഡി ആയിരിക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ് us start. എല്ലാവർക്കും ഫസ്റ്റായിട്ട് അറിയാം, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് തന്നെ നമ്മളെ കോംപ്രിഹെൻഷൻ പാർട്ടാണ് വരുന്നതെന്നുള്ളത്. അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ കുറച്ച് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, ഒരു പാരഗ്രാഫ് തരും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നിങ്ങളൊക്കെ കുറേ ഒരു 10 to 15 എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു 10 to 15 പാരഗ്രാഫ് എങ്കിലും നമ്മളെന്താണ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പാരഗ്രാഫ് വായിക്കുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ആ കോംപ്രിഹെൻഷൻ പാർട്ട് ഒഴിവാക്കിയിട്ടുള്ള പാർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ. Which of the following can be viewed as a feature of constructivist approach? Which of the following can be viewed as a feature of constructivist approach? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. താഴെ പറയുന്നതിൽ കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ചിൽ വരുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കൊളാബറേറ്റീവ് ലേണിംഗ്, then dialogic teaching and learning, third one use of open-ended questions, and fourth one is all of the above. 4 ഓപ്ഷൻസ് ആണ്. കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച്. അപ്പോൾ കൺസ്ട്രക്റ്റീവിസം എന്ന് പറയുന്നതിൽ നമ്മൾ വാട്ട് ഈസ് കൺസ്ട്രക്റ്റീവിസം എന്താ? ഇറ്റ് ഈസ് ലേണിംഗ്. അക്കോർഡിംഗ് ടു കൺസ്ട്രക്റ്റീവിസ്റ്റ്, ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് നോളേജ് എന്ന് പറയുന്നത്. നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് പ്രോബ്ലം സോൾവിങ് ഉണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് നേച്ചുറൽ പ്രോസസ്സിൻ്റെ ഒരു പ്രോഡക്റ്റും കൂടിയാണ് നമ്മുടെ കൺസ്ട്രക്റ്റീവിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ്സിൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെ വരുന്നത്? നമ്മൾ സ്റ്റുഡൻസ് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻവോൾവ്സ് പ്രോബ്ലം സോൾവിങ്. അക്കോർഡിംഗ് ടു കൺസ്ട്രക്റ്റീവിസം, ഇറ്റ് ഈസ് ലേണിംഗ് ഈസ് എ നേച്ചുറൽ പ്രോസസ് എന്ന് പറഞ്ഞത്. കൺസ്ട്രക്റ്റീവിസം അപ്രോച്ചിൽ എന്തൊക്കെയാണ് ഫീച്ചർ എന്നുള്ളത്? ഇപ്പോൾ കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ടുള്ള, ദാറ്റ് ഈസ് കൊളാബറേറ്റീവ് ലേണിംഗ്. അതെന്തായാലും എന്തിലുണ്ട്? നമ്മുടെ കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ചിലുണ്ട്. ദെൻ ഡയലോജിക് ടീച്ചിങ് ആൻഡ് ലേണിംഗ് കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ചിലുണ്ടോ? ഡയലോജിക് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ദോ. ആൻഡ് യൂസ് ഓഫ് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് മീൻസ് എന്താ? നമ്മൾ ജസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നുള്ള മാത്രമല്ല, യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അതിന് പകരം ഓപ്പൺ-എൻഡഡ്. ഏതൊരു കുട്ടിക്കും എന്താണ് അവരുടെ ക്രിയേറ്റീവായിട്ട് അവർക്ക് ആൻസർ പറയാനുള്ള ഒരു ഓപ്ഷനാണ് ദിസ് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ ദ നൗ. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി വ്യൂഡ് ആസ് എ ഫീച്ചർ ഓഫ് കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് എന്നുള്ളതിൽ നമ്മൾ ഈ 3 ഓപ്ഷൻസും ഓക്കെയാണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും നമ്മുടെ കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ചിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ ആൻസർ എന്താണ്? all of the above. Okay, then next one. Out of the following group of words, which group contains only language discourses? Out of the following group of words, which group contains only language discourses? കുറച്ച് 4 ഓപ്ഷൻ ഉണ്ട്. ഒരു ഗ്രൂപ്പ്
കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലാംഗ്വേജ് ഡിസ്കോഴ്സസ് വരുന്നത് ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. verb, adverb, first option verb, adverb, adjective, noun. Second one listening, speaking, reading, writing. Then third one grammar, spelling, pronunciation, vocabulary. Then fourth one story, poem, diary, letter. Language discourses. Language discourses എന്നുള്ളതിൽ what is language discourses? എന്താ ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത്? എനി പീസ് ഓഫ് എക്സ്റ്റെൻഡഡ് ലാംഗ്വേജ് റിട്ടൺ ഓർ സ്പോക്കൺ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ 4 സിസ്റ്റംസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ലാംഗ്വേജിൽ എഴുതുന്ന എന്തായിക്കോട്ടെ, റിട്ടൺ ഓർ സ്പോക്കൺ ആയിട്ടുള്ള ഏതോ പീസ് ഓഫ് കാര്യങ്ങൾക്കും നമ്മൾ എന്താ പറയുക, ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ കറക്റ്റ് ലാംഗ്വേജ് ഡിസ്കോഴ്സസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ദ ഫോർത്ത് വൺ സ്റ്റോറി, പോം, ഡയറി ആൻഡ് ലെറ്റർ. ഇതൊക്കെ എന്താണ്? റിട്ടൺ ഫോമിലുള്ള ലാംഗ്വേജ് ഡിസ്കോഴ്സസ് ആണ്. ബാക്കി ഗ്രാമർ, സ്പെല്ലിംഗ്, പ്രൊനൗൺസിയേഷൻ ഇതൊന്നുമല്ല. ലിസണിങ്, സ്പീക്കിംഗ്, LSRW, നോ. വെർബ്, ആഡ്വേർബ്, എജക്റ്റീവ് ഇതൊന്നുമല്ല. നമ്മുടെ ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? സ്റ്റോറി, പോം, ഡയറി, ലെറ്റർ റൈറ്റിംഗ്, എനിത്തിങ്. നമ്മൾ എന്തൊക്കെയാണോ ലാംഗ്വേജ് റിലേറ്റ് ചെയ്തിട്ട് എഴുതുന്നത് അതെല്ലാം ലാംഗ്വേജ് ഡിസ്കോഴ്സസിൽ വരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഗിവിംഗ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് വൈൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആർ ഇൻ പ്രോഗ്രസ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് വാട്ട് എന്നാ ചോദിച്ചത്. ഗിവിംഗ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് വൈൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആർ ഇൻ പ്രോഗ്രസ്. ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റുഡൻസിന് അവർക്ക് ഫീഡ്ബാക്ക് മീൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ്. ഏത് അസസ്മെൻ്റ് ആണ് ദിസ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് വൈൽ ക്ലാസ് റൂം ടേക്കിംഗ്? ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നതിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ്. ഏത് ഫോർമേറ്റീവ് ആണോ, സമ്മേറ്റീവ് ആണോ, പിയർ അസസ്മെൻ്റ് ആണോ, സെൽഫ് അസസ്മെൻ്റ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് മെയിൻലി 2 അസസ്മെൻ്റ് ആണ് നമ്മുടെ ഇവാലുവേഷനിലുള്ളത്. വൺ ഈസ് ഫോർമേറ്റീവ് ആൻഡ് ദ അതർ വൺ ഈസ് സമ്മേറ്റീവ്. സമ്മേറ്റീവ് എന്ന് പറയുന്നത് സം എന്നുള്ള അറ്റ് ദ എൻഡ് ഓഫ് എ കോഴ്സ് അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് എ സെമസ്റ്റർ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അവസാനത്തിൽ നടത്തുന്ന എക്സാമിനാണ് നമ്മൾ ഇവാലുവേഷനാണ് നമ്മൾ സമ്മേറ്റീവ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത്. ദെൻ പിയർ അസസ്മെൻറ്റ് മീൻസ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്റ്റുഡൻസിനെ അസസ് ചെയ്യുന്നതാണ് പിയർ അസസ്മെൻറ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്വയം അസസ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് അസസ്മെൻറ്റ്. ഹിയർ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവാലുവേഷൻ ഡൺ ബൈ ദി ടീച്ചർ ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത്. ഇൻസ്ട്രക്ഷൻ്റെ ഇടയിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫോർമേറ്റീവ് assessment എന്ന് പറയുന്നത്. Then it can assess the students' performance at every step of teaching learning process. While teaching we can assess our students. നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് എന്താണ് അസസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഹെൽപ്സ് ദ ടീച്ചർ ഐഡൻറ്റിഫൈ ദ ലേണിംഗ് പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റുഡൻസ്. ദിസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമ്മുടെ ഓരോ കുട്ടീനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അവരുടെ ലേണിംഗ് പ്രോബ്ലം എവിടെയാണ് കിട്ടാത്തത്, ഏത് പാർട്ടാണ് വീക്കായത്, ഏത് ഭാഗമാണ് സ്ട്രോങ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഈ ഒരു അസസ്മെൻറ്റിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ കാണാൻ പറ്റും. നൗ സമ്മേറ്റീവ് ഞാൻ പറഞ്ഞു അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാം. നമ്മുടെ ഇയർലി എക്സാം ഒക്കെ നമുക്കതിൽ കൂട്ടാൻ പറ്റും. ദെൻ കവേഴ്സ് എ ലാർജ് ഓഫ് പോർഷൻസ് എന്നാണ് പറഞ്ഞത്. ഒരു വൈഡ് പോർഷൻസ് കവർ ചെയ്യും. ഹിയർ peer assessment, students provide feedback to other students to help classmates improve their learning. നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന, അവരെ അസസ് ചെയ്തിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഹിയർ പിയർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സെൽഫ് അസസ്മെൻറ്റ് അറിയാം, പ്രോസസ് ഓഫ് ലുക്കിംഗ് അറ്റ് വൺ സെൽഫ് ടു അസസ്.
നമ്മളിലേക്ക് തന്നെ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മളിലേക്ക് തന്നെ നമ്മളെ കുറിച്ച് അറിയാന്നുള്ളതാണ് സെൽഫ് അസസ്മെന്റ് എന്നുള്ളത്. ദെൻ അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഗിവിംഗ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് വൈൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആർ ഇൻ പ്രോഗ്രസ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ്, ഒരു ഡൗട്ടുമില്ല ഏതാണ് അവ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജി ഫോർ ക്ലാസ് റൂം മാനേജ്മെന്റ്? ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി ഏതാന്നുള്ളതാണ്. താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വായിച്ചാൽ തന്നെ ആൻസർ കിട്ടുന്നതാണിത്. ഫസ്റ്റ് വൺ, ഇമ്പോസ് പണിഷ്മെൻറ്റ് ഓൺ സ്റ്റുഡൻസ് ഹു ആർ ഇൻഡിസിപ്ലിൻഡ്. സെക്കൻഡ് വൺ, ലെറ്റ് ദ സ്റ്റുഡൻസ് ഡു whatever they want. Then third one, keep the students engaged in carefully planned activities. Then fourth one, ask the students who are indisciplined to go out of the class. 4 ഓപ്ഷൻ വായിച്ചു. നമ്മൾ ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മളടുത്ത് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് വൺ, impose punishment on students who are indisciplined. ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ അവരെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ആണോ? നോ. ദെൻ ലെറ്റ് ദ സ്റ്റുഡൻസ് ഡു whatever they want. നെക്സ്റ്റ് ക്ലാസ് റൂം മാനേജ്മെൻറ്റിലുള്ള അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻസിനെ വിട്ടുകൊടുക്കുക, അവരെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ക്ലാസ് റൂം സ്ട്രാറ്റജിക്ക് ഓക്കെ ആയിരിക്കുമോ? ക്ലാസ് റൂം മാനേജ്മെൻറ്റിന്? നോ, നെവർ. അപ്പോൾ ഇറ്റ്സ് ഓൾസോ wrong. Then third one, keep the students engaged in carefully planned activities. Okay, engage the students in activities. ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ചെയ്യുക. ഏത് സ്റ്റുഡൻസ് എല്ലാവരെയും നമ്മൾ ഒരുപാട് കെയർഫുള്ളി പ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി ഫോർ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് നല്ലൊരു ഓപ്ഷനാണ് അത്. കീപ് ദ സ്റ്റുഡൻസ് എൻഗേജ് ഇൻ കെയർഫുള്ളി പ്ലാൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ആസ്ക് ദ സ്റ്റുഡൻസ് ഹു ആർ ഇൻഡിസിപ്ലിൻഡ് ടു ഗോ ഔട്ട് ഓഫ് ദ ക്ലാസ്. നോ, ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവരെ പുറത്തേക്ക് പറഞ്ഞേക്കാം. നോ, ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് ഓക്കെ അല്ലാത്തൊരു സംഭവമാണിത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ആൻസർ ഈസ് കീപ് ദ സ്റ്റുഡൻസ് എൻഗേജ്ഡ് ഇൻ കെയർഫുള്ളി planned activities. Okay, now next one, which of the following is grammatically acceptable? Grammatically acceptable ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഗ്രാമാറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയി 4 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നതും അല്ലേ. Did you came yesterday? Do you come yesterday? Did you come yesterday? Do you came yesterday? Yes or no question ആണ്. Starting with an auxiliary. Do, does, did ഇതിലോ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന did you came yesterday. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഓക്കെയാണ്. ഫസ്റ്റ് ഓക്സിലിയറി വന്നിട്ടുണ്ട്, സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു വേർബ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. പക്ഷേ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ മൈൻഡിൽ ഒരു സംഭവം എന്തായാലും വേണം. നമ്മൾ വേർബിൽ മേ ബി ഹിഡൻ ആയിട്ടുള്ള ഓക്സിലിയറി ഉണ്ട്. അപ്പോൾ ഡിഡ് പ്ലസ് കം ആണ് എന്ത്? കെയിം എന്ന് എഴുതുന്ന സമയത്ത് കെയിമിൻ്റെ കൂടെ എന്തുണ്ട്? ഡിഡ് എന്നുള്ള ഒരു സംഭവം കൂടെ ഹിഡൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും കെയിം എന്നുള്ള ഒരു വേർബ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഡിഡ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡിഡ് എന്നുള്ള കെയിം വരുവാണെന്നുണ്ടെങ്കിൽ ഡിഡ് യൂസ് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് കെയിം എന്നുള്ള വേർഡാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഡിഡ് പ്ലസ് കം എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഡിഡ് പ്ലസ് കം ഈസ് കെയിം, ഡു പ്ലസ് കം ആണ് കം എന്നുള്ളത്. ദെൻ ഡസ് പ്ലസ് കം ആണ് കംസ്. കംസ് എന്ന് പറയുമ്പോൾ ഏത് വേർബ് ആയിക്കോട്ടെ കേട്ടോ, റൈറ്റ്സ്, റീഡ്സ്, സിറ്റ്സ്, എനിത്തിങ്. അപ്പോൾ അത് സിറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡസ് പ്ലസ് സിറ്റ്, റൈറ്റ്സ് എന്നാണെങ്കിൽ ഡസ് പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോന്നിലും ഹിഡൻ ആയിട്ടുള്ള ഓക്സിലിയറി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കെയിം എന്നുള്ള ഒരു വേർഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഡിഡ് ഒരിക്കലും യൂസ് ചെയ്യില്ല. ഇനി അഥവാ ഡിഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വി കനോട്ട് യൂസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദ മെയിൻ വേർബ് വിത്ത് ദ ഓക്സിലിയറി ഡു ഓർ ഡിഡ്. ഡൂവിൻ്റെയും ഡിഡിൻ്റെയും കൂടെ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഡ് യു കെയിം എസ്റ്റർഡേ, ഡിഡ് യു കെയിം എസ്റ്റർഡേ. ഹിയർ ഡിഡ് വന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഡിൻ്റെ കൂടെ കെയിം, ഡിഡ് എന്നുള്ള ഒരു വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല, കെ എന്ന് പറയാൻ പാടില്ല. നമ്മളിവിടെ കം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു അല്ലേ, കം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ദെൻ അപ്പോൾ ഇറ്റ്സ് റോങ്. ദെൻ സെക്കൻഡ് വൺ, ഡു യു കം എസ്റ്റർഡേ, ഡു യു കം എസ്റ്റർഡേ. എസ്റ്റർഡേ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് എന്താണ് പാസ്റ്റിലായിരിക്കണം ചോദിക്കാമെന്ന് വേണം. അപ്പോൾ ഡു എന്നുള്ളത് പാസ്റ്റ് ടെൻസിലല്ല, അത് ഡു എന്നുള്ളത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ റോങ്. ദെൻ തേർഡ് വൺ, ഡിഡ് യു കം എസ്റ്റർഡേ. ഓക്കെ, ഡിഡ് പ്ലസ് കം എസ്റ്റർഡേ പാസ്റ്റ് ടെൻസിലാണ്. എസ്റ്റർഡേ വന്നതുകൊണ്ട് തന്നെ ഡിഡാണ് പാസ്റ്റ് ടെൻസിൽ വന്നിട്ടുണ്ട്. ദെൻ ഡിഡ് വന്നതുകൊണ്ട് കെയിം അല്ല കൊടുത്തത്. ഇവിടെ നമ്മൾ റോങ് ആവാൻ കാരണം ഇവിടെ കെയിം ആണ്, ഇവിടെ കം ആണെങ്കിൽ ഓൾറെഡി ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റാണ്. തേർഡ് വൺ ഈസ് ഡിഡ് യു കം എസ്റ്റർഡേ. ഓക്കെ, ഡു യു കെയിം എസ്റ്റർഡേ. ഞാൻ നേരത്തെ പറഞ്ഞു ഡൂവിൻ്റെ ഡിഡിൻ്റെ ഒന്നും കൂടെ എന്താണ് പാസ്റ്റ് ഫോമിലുള്ള അല്ലെങ്കിൽ V2 നമ്മൾ വേർബായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഹിയർ ദ ആൻസർ ഈസ് ഡിഡ് യു കം എസ്റ്റർഡേ. Now, he reminds me. Next question. He reminds me dash a man I met. He reminds me dash a man I met. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. amount of, by, with. റിമൈൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡിൻ്റെ കൂടെ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് കൊടുക്കുക എന്നുള്ളതാണ്. എബൌട്ട് ആണോ, ഓഫ് ആണോ, ബൈ ആണോ, വിത്ത് ആണോ എന്നുള്ള. റിമൈൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, റിമംബർ എന്നുള്ളതാണ്. ഇപ്പം റിമൈൻഡ്സ് ഓഫ് എന്ന ഒരു പ്രിപ്പോസിഷണൽ വേർബാണ് ഇത് റിമൈൻഡ്സ് ഓഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റിമൈൻഡ്സ് കണ്ടാൽ വേറെ ഒന്നും നോക്കണ്ട, നേരെ എന്ത് കൊടുത്താൽ മതി, ഓഫ് എന്നുള്ള പ്രിപ്പോസിഷനാണ്, പ്രിപ്പോസിഷണൽ വേർബാണ് അത്. റിമൈൻഡ്സ് ഓഫ്, റിമൈൻഡ്സ് മീ ഓഫ് എന്നാണ് പറയാം, റിമൈൻഡ്സ് മീ ഓഫ്. ഓക്കെ, പ്രിപ്പോസിഷണൽ വേർബിൽ വരുന്ന റിമൈൻഡ്സ് ഓഫ് എന്ന് പറയുന്നത് ടു കോസ് സംവൺ ടു റിമംബർ, ടു കോസ് സംവൺ ടു റിമംബർ, റിമംബർ ചെയ്യാന്നുള്ള റിമൈൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രിപ്പോസിഷണൽ വേർബാണ്. അതേപടി പറയുന്ന കുറച്ച് പ്രിപ്പോസിഷണൽ വേർബ്സ് ആണ് അക്യൂട്ട് ഓഫ്, അക്യൂസ് ഓഫ്, എഗ്രി വിത്ത്. എഗ്രി വിത്ത് എന്നും പറയും, എഗ്രി ടു എന്നും പറയും. എഗ്രി വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗ്രി വിത്ത് എന്ന് പറയാം. ഏതെങ്കിലും ഒരു വ്യൂസ് ആയിട്ട് അവരുടെ ഐഡിയ ആയിട്ടാണ് നമ്മൾ എഗ്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എഗ്രി ടു ആണ് പറയുക കേട്ടോ. ദെൻ കോസ് ഫോർ, കോസ് ഫോർ, കോസ് ഓഫ്. ഓക്കെ, കോസ് ഫോർ എന്ന് പറയുന്ന റീസൺ ഫോറിനാണ് കോസ് ഫോർ എന്ന് പറയുന്നത്. അതേപടി തന്നെ നമ്മൾ കോസ് ഓഫ് എന്ന് പറയും. റിസൾട്ട് ഫ്രം ആണെന്നുണ്ടെങ്കിൽ എന്ത്, കോസ് ഓഫ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഡിഫർ വിത്ത്, പേഴ്സൺ ഇൻ വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഡിഫർ വിത്ത്. ഡിഫർ ഫ്രം എന്ത് പറയും, എ തിങ്ങിന്, ഒരു കാര്യത്തോടാണ് നമ്മൾ ഡിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിഫർ ഫ്രം എന്ന് പറയും. ഓക്കെ, ഫെമിലിയർ ടു, ഫെമിലിയർ വിത്ത്, ലിസൺ ടു, അങ്ങനെ ഒരുപാട് പ്രിപ്പോസിഷണൽ വേർബ്സ് ഉണ്ട് കേട്ടോ. പ്രിസൈഡ് ഓവർ, പ്രിസൈഡ് എന്ന് പറയുന്ന, പ്രിസൈഡ് എന്നുള്ള ഒരു വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓവർ എന്നുള്ള മാത്രമേ ആയിരിക്കും. പ്രിസൈഡ് ഓവർ, പോപ്പുലർ ഫോർ, വേർത്തി ഓഫ്, അങ്ങനെ ഒരുപാട് കുറേ എണ്ണമുണ്ട് ഇതേപടി. അപ്പോൾ റിമൈൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസിൽ വരുന്നൊരു വേർഡാണിത്. റിമൈൻഡ്സ് ഡാഷ് എന്നുള്ളത്, റിമൈൻഡ്സ് ഡാഷ് എന്ന് പറയുന്നത് റിമൈൻഡ്സ് ഓഫ് എന്നുള്ളത് മാത്രമാണ് കേട്ടോ, വേറെ ഏത് പ്രിപ്പോസിഷനും അതിൻ്റെ കൂടെ വരില്ല. ഓക്കെ, റിമൈൻഡ്സ് ഓഫ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ്, ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ്. മീറ്റിംഗ് യു, മെറ്റ് യു, meet you, meets you.
അപ്പം നമ്മളെല്ലാവരുടെയും മനസ്സിലൊരു കാര്യമുണ്ട്, ടൂവിന് ശേഷം നമ്മൾ എന്ത് മാത്രമേ കൊടുക്കുകയുള്ളൂ? നമ്മൾ എന്ത് മാത്രമേ കൊടുക്കുകയുള്ളൂ? വേർബാണ് വരുന്നതെന്നുണ്ടെങ്കിൽ V1 മാത്രം, വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമാണ് കൊടുക്കുക എന്നുള്ളത്. അത് വെച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസർ ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു എന്ന് പറയും. തെറ്റാണ് ആൻസർ. നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഈ ഒരു ലുക്ക് ഫോർവേഡ് എന്നുള്ളതിന് ഒരു റൂളുണ്ട്. ലുക്ക് ഫോർവേഡ് എന്നുള്ളത് ലുക്ക് ഫോർവേഡ് ടു എക്സ്പെക്റ്റ് സംതിങ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലുക്ക് ഫോർവേഡ് എന്ന് പറയുക. ഓക്കെ, ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം ഒരു നൗണാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ നൗണ് കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. അതെന്ത് ഒബ്ജക്റ്റ് ഓണാണ് സംതിങ് എന്തെങ്കിലും ആയിക്കോട്ടെ, കറക്റ്റ് ഒരു നൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കുക ലുക്ക് ഫോർവേഡ് ടു. ദെൻ ഒരു വേർബാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലുക്ക് ഫോർവേഡ് ടു, ആ വേർബിൻ്റെ ING ഫോം ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. വേർബിൻ്റെ ING ഒരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, വേർബ് മീൻസ് ഒരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വേർഡിൻ്റെ ING ഫോം ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മൈ ബർത്ത്ഡേ. ഇവിടെ ഓക്കെ പ്രൊനൗൺ ആണ് മൈ എന്നുള്ളത്. അവിടെ നമ്മൾ ING അല്ലെങ്കിൽ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മൈ ബർത്ത്ഡേ. അവിടെ നമ്മൾ ING നൗൺ ആണെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഒരു വേർബാണ് വരുന്നത്, ഒരു ആക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ING, വേർബിൻ്റെ ING ഫോം ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു. വർക്ക് എന്നുള്ള ഒരു വേർബാണ് അവിടെ വന്നിട്ടുള്ള ഒരു ആക്ഷനാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ING കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ടുവിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു ആക്ഷൻ വേർഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ്. മീറ്റിംഗ് യു ആ ഒരു ആക്ഷൻ വേർബിൻ്റെ ING ഫോം ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ടു ആണ്, അതിനുശേഷം V1 അല്ലേ കൊടുക്കേണ്ടത്, വേർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ലേ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട്. ലുക്ക് ഫോർവേഡിന് ശേഷം നമ്മൾ വേർബിൻ്റെ ING ഫോമാണ് കൊടുക്കേണ്ടത് എന്നുള്ള റൂളാണ് നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. Now, next one. They admire her the most. Her the most. Which word out of the following is opposite in meaning to admire? Okay. Admire എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതൊക്കെ വരുന്നത്? ഡിഫെൻഡ്, ഡിസപ്പോയിൻറ്റ്, ഡീറ്റസ്റ്റ്, ഡിസ്പ്ലേ. നമ്മൾ വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വൺ ഈസ് ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻസ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിംസ് ചോദിക്കാറുണ്ട്, സിനോണിംസ് ചോദിക്കാറുണ്ട്. അതേപടി തന്നെ ഇഡിയംസ് ചോദിക്കാറുണ്ട്, ഫ്രേസൽ വേർബ്സ് ചോദിക്കാറുണ്ട്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് ഈ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് എന്തായാലും മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റാണ്, ആൻറ്റോണിമാണ് ചോദിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസിൽ അഡ്മയർ എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഈ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡിഫെൻഡ്, ഡിസപ്പോയിൻറ്റ്, ഡിറ്റസ്റ്റ്, ഡിസ്പ്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആൻസർ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു 4 ഓപ്ഷൻസിൻ്റെയും മീനിങ്സ് എന്തായാലും അറിയണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ 4 ഓപ്ഷൻസിൻ്റെ മീനിങ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അഡ്മയർ മീൻസ് എന്താണ്? റെസ്പെക്ട്, റിഗാർഡ് വിത്ത് റെസ്പെക്ട് എന്നാണ് പറയുക. അഡ്മയർ എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് പറയുന്നത്. ഡിഫെൻഡ്, പ്രതിരോധിക്കുക അല്ലേ? റെസിസ്റ്റ് എന്നുള്ളതാണ്. ഡിഫെൻഡ്, പ്രൊട്ടക്റ്റ്, റെസിസ്റ്റ് എന്നൊക്കെ പറയുക. ഡിസപ്പോയിൻറ്റ്, സാഡ്. ഓക്കെ, ഫെയിൽ ടു ഫുൾഫിൽ ഓൾ ഹോപ്സ്, നിരാശ എന്നൊക്കെ പറയും നമ്മൾ. ഡിറ്റസ്റ്റ് മീൻസ് എന്താ? ഡിസ്ലൈക്ക് ഇൻറ്റൻസിലി എന്നാ പറയുക, വെറുക്കുക എന്നുള്ള ഡിറ്റസ്റ്റ്. ദെൻ ഫോർത്ത് വൺ ഈസ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ എല്ലാവർക്കും അറിയാമല്ലേ? ഷോ, പുട്ട് സംതിങ് ഇൻ എ പ്രോമിനൻറ്റ് പ്ലേസ്, ഷോ ഓഫ് എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്പ്ലേ. അപ്പോൾ അഡ്മയർ എന്ന് പറയുന്നത് റിഗാർഡ് വിത്ത് റെസ്പെക്റ്റ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസിൻ്റെ മീനിങ്സ് നമുക്ക് അറിയണം കേട്ടോ. അപ്പോൾ കുറേ വേർഡ്സും മീനിങ്സും ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറേ വേർഡ്സ് ഉണ്ട്.
ദെൻ അപ്പോൾ ഡിഫെൻഡ്, ഡിസപ്പോയിൻറ്റ്, ഡിറ്റസ്റ്റ്, ഡിസ്പ്ലേ. ഇതിൽ മോസ്റ്റ് സ്യൂട്ടായിട്ടുള്ള വേർഡ് ഏതാണ്? അഡ്മയോ, റിഗാർഡ് വിത്ത് റെസ്പെക്റ്റ് എന്നുള്ളതിന്, റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഡിഫെൻഡ് എന്ന് പറയുമ്പോൾ നോ. ഡിസപ്പോയിൻറ്റ്, ഡിസ്പ്ലേ അത് ഹെയ്റ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് വരിക. ഡിറ്റസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു അഡ്മയർ എന്നുള്ളതിൽ ഈ ഓപ്ഷനിൽ വരുന്ന ഓപ്പോസിറ്റ് വേർഡ് എന്നുള്ളത്, മീനിങ് ഉള്ള വേർഡ് എന്നുള്ളത്. ഓക്കെ, നൗ the language function expressed in the sentence she can lift the table is. She can lift the table. ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ഫങ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. എബിലിറ്റി ആണോ, പെർമിഷൻ ആണോ, സജഷൻ ആണോ, അസംഷൻ ആണോ എന്നുള്ളതാണ്. ഷീ ക്യാൻ ലിഫ്റ്റ് ദ ടേബിൾ, അവൾക്ക് എന്താണ് ടേബിൾ എടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആ ഒരു മീനിങ് അറിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ആൻസർ എന്താണ്. പെർമിഷൻ അല്ല, പെർമിഷൻ ആണെന്നുണ്ടെങ്കിൽ മേക്ക് ആയിരിക്കും യൂസ് ചെയ്യുക. ദെൻ സജഷനും അല്ല, അസംഷനും അല്ല. ആൻസർ എന്താണ്? എബിലിറ്റി ആണ് അല്ലേ, എബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഓക്സിലിയറീസ് ആണിത് ഈ സൈഡിലുള്ളത്. സോറി, ആ സൈഡിലുള്ള ഓക്സിലിയറീസ് ആണ്. അത് ഏതൊക്കെ ലാംഗ്വേജ് ഫങ്ഷൻസിനാണ് ഇത് പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തത്. പോസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ, മൈറ്റ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യും. മേ, മൈറ്റ്. ഇറ്റ് മേ റെയിൻ, മഴ പെയ്തേക്കാം പറയൂലേ, നമ്മളൊരു പോസിബിലിറ്റി ആണ് അല്ലേ. എബിലിറ്റിക്കാണ് നമ്മൾ ക്യാൻ, കുഡ് ഒക്കെ യൂസ് ചെയ്യുക. ദെൻ ഒബ്ലിഗേഷന് മസ്റ്റ്, ഹാവ് ടു, മസ്റ്റ്, യു മസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയൂലേ. യു മസ്റ്റ് ബ്രിങ് യുവർ നോട്ട്ബുക്ക്, അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ. ദെൻ അഡ്വൈസ്, അഡ്വൈസ് ഒരു ഉപദേശം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഷുഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പെർമിഷൻ മേ, കുഡ്, ക്യാൻ. മേ ഗെറ്റ് ഇൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ക്യാൻ ഐ ടേക്ക് ദിസ്. അപ്പോൾ അങ്ങനെയുള്ള പെർമിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ മേ, കുഡ്, ക്യാൻ എന്നുള്ളതൊക്കെ ഓക്സിലിയറീസ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓഫേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഡ്, വുഡ്, ക്യാൻ. വുഡ് യു ലെൻഡ് മീ എ പെൻ, വുഡ് യു ലെൻഡ് മീ എ പെൻ, ഒരു പെന്ന് തരുമോയെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ്. ദെൻ പ്രോബബിലിറ്റി വിൽ, certainty must. പാസ്റ്റ് ഹാബിറ്റ് യൂസ്ഡ് ടു, പാസ്റ്റ് ഹാബിറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. പാസ്റ്റ് ഹാബിറ്റ് I used to swim when I was at 8. ഓക്കെ, ഞാൻ 8 വയസ്സായ സമയത്ത് എന്താണ്, ഞാൻ പാസ്റ്റ് ഹാബിറ്റാണ്, പാസ്റ്റ് ഹാബിറ്റാണ് സ്വിം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് ഹാബിറ്റിനെ നമ്മൾ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഓക്സിലിയറിയാണ് യൂസ്ഡ് ടു. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ മോറൽ ഒബ്ലിഗേഷൻ ആണ് ought to എന്നുള്ളത്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ദിസ്, യു ought to പറയാറുണ്ട്. പോസിബിലിറ്റിയുടെ മേ ചോദിക്കാറുണ്ട്. ദെൻ റിക്വസ്റ്റ് വുഡ്. ദെൻ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ദിസ് എബിലിറ്റി ക്യാൻ. അപ്പോൾ ഓക്സിലിയറീസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു പാർട്ടും കൂടെയാണ്. നൗ നെക്സ്റ്റ് വൺ, ദ എഡിറ്റോറിയൽ ക്രിട്ടിസൈസ്ഡ് ദ ബ്രൂട്ടൽ മെഷേഴ്സ് ടേക്കൺ ബൈ ദ police. The editorial criticized the brutal measures taken by the police. The word brutal means, brutal എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആണ്. ഇറ്റ്സ് ഓൾസോ റിലേറ്റഡ് ടു അവർ വൊക്കാബുലറി പാർട്ട്, വൊക്കാബുലറിയിൽ വരുന്നതാണ്. നൗ അപ്പോൾ ബ്രൂട്ടൽ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ്. ഡിസ്ക്രിമിനേറ്റിംഗ്, എക്സ്ട്രീംലി സിവിയർ, അൺഎക്സ്പെക്റ്റഡ്, unbelievable. The editorial criticized the brutal measures. Brutal measures. Brutal. ഓക്കെ, വല്ലാതെ ചിന്തിക്കാനൊന്നുമില്ല. എക്സ്ട്രീംലി സിവിയർ എന്നുള്ള വേർഡ് തന്നെ ഉള്ളൂ അത്. എക്സ്ട്രീംലി, ബാക്കി ഏതും ഡിസ്ക്രിമിനേറ്റിംഗ് ആയിക്കോട്ടെ, അൺഎക്സ്പെക്റ്റഡ്, അൺബിലീവബിൾ, ഇതൊന്നും ബ്രൂട്ടലിന് ആപ്റ്റ് ആയിട്ടുള്ള മീനിങ് അല്ല. ഓക്കെ, എക്സ്ട്രീംലി സിവിയർ. നൗ ഹിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ദിസ്
എറർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ദ സെൻറ്റൻസ് ഐ സോ ഗേൾ സിറ്റിംഗ് ഓൺ ദ പാർക്ക് ബെഞ്ച്. ഐ സോ ഗേൾ സിറ്റിംഗ് ഓൺ ദ പാർക്ക് ബെഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണ് എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. മോർഫോളജിക്കൽ ആണോ, സിൻറ്റാക്റ്റിക്കൽ ആണോ, തീമാറ്റിക് ആണോ, ഫോണോളജിക്കൽ ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ നമ്മുടെ എറർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട് നമ്മുടെ സിലബസിൽ. ഓക്കെ, മെയിൻലി നമ്മുടെ ഈ എറർ അനാലിസിസ് എന്നുള്ള പാർട്ടിൽ 4 ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മോർഫോളജിക്കൽ, സിൻറ്റാറ്റിക്കൽ, ഫോണോളജിക്കൽ ആൻഡ് തീമാറ്റിക് എറർ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ദിസ് മോർഫോളജിക്കലും സിൻറ്റാറ്റിക്കൽ എറേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ ആ ഒരു മോർഫോളജിക്കൽ ആണോ അല്ലെങ്കിൽ സിൻറ്റാറ്റിക്കൽ ആണോ എന്നുള്ളത് കണ്ടെത്താൻ നമ്മൾ എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളത്. അപ്പോൾ മോർഫോളജിക്കൽ എറേഴ്സ് കാണാനുള്ളതിൽ നമ്മൾ എന്തായാലും ഒരു എന്താ പറയുക, ഒരു റോങ് ടെൻസ് ഫോം അതിലുണ്ടാവും എന്നുള്ള. റോങ് ടെൻസ് ഫോം ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു മോർഫോളജിക്കൽ എററാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എസ്റ്റർഡേ എന്നുള്ളൊരു വേർഡ് അത് പാസ്റ്റിലാണെന്ന് നമുക്കറിയാം, പക്ഷേ സ്റ്റുഡൻസ് എന്നാലും സ്ലീപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസൻറ്റ് ഫോമിലുള്ള വേർബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മോർഫോളജിക്കൽ എററാണ്. റോങ് ടെൻസ് ഫോം ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർഫോളജിക്കൽ എറർ. ആൻഡ് ഓൾസോ റോങ് പാസീവ് കൺസ്ട്രക്ഷനിലും എന്താണ്, പാസീവ് കൺസ്ട്രക്ഷനും നമ്മളെന്താണ് മോർഫോളജിക്കൽ എററാണ്. ഇപ്പോൾ ഹിയോ ദ ബോയ് എയ്റ്റ് ദ ചോക്ലേറ്റ് എന്നുള്ളതിനെ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് കുട്ടികൾ എപ്പോഴും എഴുതും ദ ചോക്ലേറ്റ് ഈറ്റൺ ബൈ ദ ബോയ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഓക്സിലിയറി മിസ്സാക്കും. അപ്പോൾ അതെന്താണ്, ശരിക്കും ഒരു മോർഫോളജിക്കൽ എററാണ്. അപ്പോൾ റോങ് ടെൻസ് ഫോം ഉണ്ട്, അതേപടി റോങ് പാസീവ് ഫോം കൺസ്ട്രക്ഷനും മോർഫോളജിക്കലാണ്. അതേപടി വയലേഷൻ ഓഫ് എഗ്രിമെൻറ്റിലുള്ള മീൻസ് പേഴ്സൺ ഐ ഹാസ് എ ബുക്ക്, ഐ ഹാസ് അല്ല പറയുക, ഐ ഹാവ് എന്നുള്ളതാണ്. അതേപോലെ നമ്പർ ദ ഗേൾസ് പറയുന്നതിന് ശേഷം ഈസ് അല്ല പറയേണ്ടത്, ആറാണ്. ദെൻ ജെൻഡർ ഹി ഡിഡ് ദ വർക്ക് ഹിംസെൽഫ് എന്ന് പറയുക. ഹി ആയതുകൊണ്ട് എന്താണ് ഇവിടെ ഹിംസെൽഫ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ജെൻഡറിലുള്ളതും നമ്പറിലും പേഴ്സണിലും ഇതിലൊക്കെ എഗ്രിമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ഉണ്ട്, അതിലും മിസ്റ്റേക്ക് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് മോർഫോളജിക്കൽ എറർ എന്ന് പറയുന്നത്. ദെൻ റോങ് അഫിക്സസ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ സഫിക്സും പ്രിഫിക്സും കൊടുക്കാറുണ്ട്. സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ റൂട്ട് വേർഡിൻ്റെ മുന്നേ കൊടുക്കുന്നതിന് പ്രിഫിക്സ് എന്നും അതിന് ശേഷം കൊടുക്കുന്നതിന് സഫിക്സ് എന്നും പറയാറുണ്ട്. അതിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഇറസ്പോൺസിബിൾ എന്ന് പറയുന്നതിന് പകരം അൺറെസ്പോൺസിബിൾ എന്ന് എഴുതും. അപ്പോൾ ആ ഒരു എന്താ പറയുക റോങ് അഫിക്സ് ആണ് ഇവിടെ. അതും എന്താണ് നമ്മുടെ മോർഫോളജിക്കൽ എററായിട്ട് വരും. ലേസിനെസ് എന്നുള്ളിടത്ത് ലേസിറ്റി എന്ന് എഴുതും. കുട്ടികളുടെ അടുത്ത് നിന്ന് വരുന്ന എറേഴ്സാണ് ദിസ് മോർഫോളജിക്കൽ സിൻറ്റാറ്റിക്കൽ എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ മോർഫോളജിക്കൽ എറേഴ്സിൽ ഏതൊക്കെ വരും, റോങ് ടെൻസ് ഫോമിൽ ഉള്ള മിസ്റ്റേക്ക്, പാസീവിലുള്ളത്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, ലാസ്റ്റ് വൺ ഈസ് അഫിക്സസിലുള്ള മിസ്റ്റേക്സ് എന്നുള്ളത്. പ്രിഫിക്സും സഫിക്സും കൊടുക്കുന്നതിൽ നമ്മൾ റോങ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. ദെൻ സിൻറ്റാറ്റിക്കൽ എറർ എന്ന് പറയുന്നത് മെയിൻലി ഡ്യൂ ടു റോങ് വേർഡ് ഓർഡർ, മിസ്സിംഗ് വേർഡ് ഓർ എക്സസ് വേർഡ്. ഇപ്പോൾ റോങ് വേർഡ് ഓർഡർ, ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, ഹൗ ആർ യു ഓൾഡ്. വേർഡ് ഓർഡറിലുള്ള മിസ്റ്റേക്കാണത്, അത് സിൻറ്റാറ്റിക് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ മിസ്സിംഗ് വേർഡ്, ഷീ ഡാൻസിങ് വെൽ, ഷീ ഈസ് ഡാൻസിങ് വെൽ എന്നാ പറയുക. അപ്പോൾ അവിടെ ഒരു മിസ്സിങ്, ഈ ഒരു ഈസ് എന്നുള്ളത് ഇവിടെ മിസ്സിങ് ആണ്. അപ്പോൾ മിസ്സിങ് വേർഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സിൻറ്റാറ്റിക്കലാണ്. ദെൻ ഐ ഹാവ് പെൻസിൽസ് എന്നാണെങ്കിൽ ഓക്കെ, ഐ ഹാവ് പെൻസിൽ എന്ന് പറയുമ്പോൾ പെൻസിൽ എന്നുള്ളൊരു വേർഡ് അവിടെ മിസ്സിങ് ആണ്. അപ്പോൾ മിസ്സിങ് വേർഡ്സ് വരുന്ന സമയത്തും നമ്മൾ സിൻറ്റാറ്റിക് എററാണ്. ഇനി എക്സസ് വേർഡ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ പറയുന്നതിന് പകരം ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ എന്ന് പറയും. ഈ ഒരു എന്നുള്ളത് നമ്മൾ എക്സസ് ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ, അവിടെ എന്നുള്ളത് എക്സസ് ആണ്, അതും എന്താണ് സിൻറ്റാറ്റിക് എറർ ആയിട്ടാണ് വരുന്നത്. ദെൻ അപ്പോൾ സിൻറ്റാറ്റിക് എറേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്, എക്സസ് വേർഡ്, ദെൻ മിസ്സിംഗ് വേർഡ്,
റോങ് വേർഡ് ഓർഡർ വന്നാലും മിസ്സിംഗ് വേർഡ് വന്നാലും എക്സസ് വേർഡ് വന്നാലും നമ്മൾ എന്ത് പറയും? സിൻറ്റാക്റ്റിക് എറർ ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് പറയും. ദെൻ ഫോണോളജിക്കൽ എറർ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എറേഴ്സ് ഇൻ സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷനിലും സ്പെല്ലിങ്സിലും ഒക്കെയുള്ള എറേഴ്സിനാണ് നമ്മൾ ഫോണോളജിക്കൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഹി റിസീവ്സ് ഹിസ് റിക്വസ്റ്റ് എന്നുള്ളതിൻ്റെ ആ വേർഡ് സ്പെല്ലിങ്ങിലുള്ള എററാണത്. നമുക്ക് എല്ലാവർക്കും അറിയാം. തീമാറ്റിക് എന്ന് പറയുന്നത് ഇവൻറ്റ്സ്, നമ്മൾക്ക് ലോജിക്കൽ സീക്വൻസിങ് ഓഫ് ഐഡിയാസ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കാറില്ല അത്. ദെൻ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ സെൻറ്റൻസ് ഐ സോ ഗേൾ സിറ്റിംഗ് ഓൺ ദ പാർക്ക്. ഓക്കെ, ഐ സോ ഗേൾ സിറ്റിംഗ് ഓൺ ദ പാർക്ക്. ഓക്കെ, ആ ഒരു സെൻറ്റൻസിൻ്റെ ഐ സോ എ ഗേൾ സിറ്റിംഗ് ഓൺ ദ പാർക്ക് എന്നുള്ളതാണ്. ഐ സോ എ ഗേൾ സിറ്റിംഗ് ഓൺ ദ പാർക്ക് എന്നുള്ള. അപ്പോൾ അവിടെ ഒരു എ എന്നുള്ള ഒരു മിസ്സിംഗ് വേർഡാണ് വന്നത്. മിസ്സിംഗ് വേർഡ് എ എന്നുള്ളത്. അപ്പോൾ ആ മിസ്സിംഗ് വേർഡ് മിസ്സിംഗ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോർഫോളജിക്കലാണോ സിൻറ്റാറ്റിക്കലാണോ ഏത് ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ്? ഇറ്റ്സ് സിൻറ്റാറ്റിക്കലിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? റോങ് വേർഡ് ഓർഡർ, മിസ്സിംഗ് വേർഡ്, എക്സസ് വേർഡ്, അതാണ് സിൻറ്റാറ്റിക്കലിൽ. മോർഫോളജിക്കലിലോ നമ്മുടെ റോങ് ടെൻസ് ഫോം, പാസീവ്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, then wrong affixes. Here the answer is syntactical. The next one, all are happy, comma, question mark. Then isn't it, aren't they, is it, are they. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആഡ് സ്യൂട്ടബിൾ ടാഗ് എന്ന് പറയുന്നത്. ആഡ് സ്യൂട്ടബിൾ ടാഗ് കൊടുക്കാനാണ് പറഞ്ഞത്. ഓൾ ആർ ഹാപ്പി. അപ്പോൾ ഒരു ടാഗ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്വസ്റ്റ്യൻസ് ടാഗ് എന്ന് പറയുന്നത് എന്താ? ക്വസ്റ്റ്യൻസ് ആഡഡ് ടു എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു ടെയിൽ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ഒരു നെഗറ്റീവ് ടാഗും അതേപടി ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പോസിറ്റീവ് ടാഗുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് നോട്ട് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാഗായിട്ട് നമ്മൾ ഓക്സിലിയറി വേർബ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓക്സിലിയറി ഏതാണോ അതെടുത്ത് എഴുതും ഫസ്റ്റ്. എന്നിട്ട് ഇൻറ്റ് നോട്ടിൻ്റെ കൺട്രാക്റ്റഡ് ഫോം കൊടുക്കും, പ്ലസ് പ്രോനൗണ്, ആ ഒരു സെൻറ്റൻസിലെ പ്രോനൗൺ ഏതാണോ അത് കൊടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്സിലിയറി വേർബും പ്രോനൗണും, ദാറ്റ് മീൻസ് ഇൻറ്റ് എന്നുള്ള കൺട്രാക്റ്റഡ് ഫോം വേണ്ട. ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് എന്നുള്ള. ഇനിയിപ്പോൾ ഓക്സിലിയറി വേർബ് നമുക്ക് കാണാത്തതാണെന്നുണ്ടെങ്കിൽ, അതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കൊടുക്കും? ആം, ഈസ്, ആർ, വാസ്, വേർ എന്നൊക്കെയുള്ളതാണ് ഓക്സിലിയറി എന്നറിയാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഓക്സിലിയറി വേർബ്, ഡു, ഡസ്, ഡിഡ് എന്നുള്ള ഹിഡൻ ആയിട്ടുള്ള ഓക്സിലിയറി വേർബാണ് നമ്മളപ്പോൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾ ആർ ഹാപ്പി, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നെഗറ്റീവ് ടാഗാണ് വേണ്ടത് അല്ലേ? നെഗറ്റീവ് ടാഗാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിലുള്ള ഓക്സിലിയറി ഏതാണ്? ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, വിൽ, ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നും ഉണ്ട് അല്ലേ? ഹിയർ ഇറ്റ് ഈസ് ആർ എന്നുണ്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ആർ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഇൻറ്റിൻ്റെ കൺട്രാക്റ്റഡ് ഫോം കൊടുക്കണം. നോട്ടിൻ്റെ കൺട്രാക്റ്റഡ് ഫോം ആയിട്ടുള്ള ഇൻറ്റ് വേണം. ദെൻ ഓൾ എന്നുള്ളതിന് പ്രോനൗൺ ആയിട്ട് ദേ, ആറിൻ ദേ എന്നുള്ളതാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ആറിൻ ദേ, ഓൾ ആർ ഹാപ്പി. ഇപ്പോൾ ഓൾ ആർ നോട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓൾ ആർ നോട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓൾ ആർ നോട്ട് ഹാപ്പി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം നമ്മളതിന് പോസിറ്റീവ് ടാഗാണ് കൊടുക്കേണ്ടത്. ഓർ എന്നുള്ള ഓക്സിലിയറി എടുക്കുക, എന്നിട്ട് നേരെ അതിൻ്റെ പ്രോനൗൺ ദേ, ആർ ദേ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പോർട്ടഡ് സ്പീച്ച്.
റിപ്പോർട്ടഡ് സ്പീച്ച് ഒന്നും വരാത്ത ഒരൊറ്റ ക്വസ്റ്റ്യനും നമുക്ക് പോവില്ല അല്ലേ. വൈ ആർ യു ലേറ്റ്? ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. വൈ ആർ യു ലേറ്റ്? വൈ ആർ യു ലേറ്റ്? ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. Option: the teacher asked the boy why was he late. The teacher asked the boy why he was late. The teacher asked the boy why he is late. The teacher asked the boy why is he late. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് അറിയേണ്ടത് എന്താണ്? റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന് നമുക്ക് ജനറലി അറിയാം അല്ലേ. ഇപ്പോൾ V1 ആണെന്നുണ്ടെങ്കിൽ V2യിലേക്ക് മാറ്റണം. ആം, ഈസ്, ആർ എന്നുള്ളത് വാസ് ഓർ വെയർ ആവും. ഹാസ്, ഹാവ് എന്നുള്ളത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആകുന്ന സമയത്ത് ഹാഡ്. V2 എന്തായിരിക്കും? ഹാഡ് പ്ലസ് V3 ആവും. വാസ് ഓർ വെയർ ബിക്കംസ് ഹാഡ് ബീൻ ആവും. വിൽ ബിക്കംസ് വുഡ്. ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, യെസ്റ്റർഡേ, ദ ലാസ്റ്റ് ഡേ, ടുമോറോ, ദ നെക്സ്റ്റ് ഡേ, ദിസ്, ദാറ്റ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുന്ന സമയത്ത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ വൈ ആർ യു ലേറ്റ് ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിനെ നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ ടൈപ്പിനെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ടൈപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. ഓക്കെ, ചോദിക്കുകയാണ്. അപ്പോൾ ആസ്ക്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് റിപ്പോർട്ടിംഗ് വേർബ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. ഇതുവരെ എല്ലാത്തിലും സെയിം ആണ് അല്ലേ. ഇതുവരെ എല്ലാത്തിലും സെയിം ആണ്. ഇതുവരെ ഓക്കെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമുക്കുള്ള മാറ്റം വരുന്നത്. വൈ ആർ യു ലേറ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഫസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ WH ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കുക. ഹിയർ WH ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വൈ ആർ യു ലേറ്റ്? എസ് ഓർ നോ ആണെന്നുണ്ടെങ്കിൽ ഓക്സിലിയറി വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതിനൊന്നുകിൽ എസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസറേ ഉണ്ടാവുള്ളൂ. വൈ ആർ യു ലേറ്റ് എന്നുള്ളതിന് എസ് നോ എന്ന് കൊടുത്താൽ ആൻസർ ശരിയാവില്ല. WH എന്ന് പറയുമ്പോൾ WH വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വൈ, വോ, വെൻ എന്നൊക്കെയുള്ള വേർഡ്സ് യൂസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്താണ് WH ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ WH ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കൊടുക്കണം? ഫസ്റ്റ് നമ്മൾ ആ ഒരു ആരാണോ പറഞ്ഞത് റിപ്പോർട്ടിംഗ് വേർബ് വരെ ഓക്കെ ഹിയർ ദ ബോയ് വരെ എന്നുള്ളത് നമ്മുടെ ഓക്കെ ആണ്. ദെൻ സെക്കൻഡ് വൺ പിന്നെ നമ്മൾ WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ പിന്നെ കണക്റ്റീവ്സ് ആയിട്ട് ഒന്നും കൊടുക്കണ്ട. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ദാറ്റ് കൊടുക്കാറുണ്ടായിരുന്നു. യെസ് ഓർ നോ ആണെങ്കിൽ ഈഫ് കൊടുക്കും. ഇമ്പറേറ്റീവ് ആണെങ്കിൽ ടു കൊടുക്കും. ഇതൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് നേരെ ആരാണോ പറഞ്ഞത് റിപ്പോർട്ടിംഗ് വേർബ് കൊടുത്തു. ആരോടെന്നുള്ള ഒരു വേർഡ് ഒരു നൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തതിന് ശേഷം നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കുക എന്നുള്ള. ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്തിട്ട് ഇവിടെ എന്താണ് വൈ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്ത ഉടനെ തന്നെ നെക്സ്റ്റ് ഇതിലുള്ള സബ്ജക്റ്റിനാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഇപ്പോൾ വൈ ആർ യു ലേറ്റ് എന്നുള്ളതിന് നമ്മൾ നേരെ വൈ വെച്ചിട്ട് ആറിനെ നമ്മൾ പിന്നെ വാസാക്കുക അല്ലെങ്കിൽ വേറാക്കുക. വൈ വർ യു അല്ലെങ്കിൽ വൈ വർ ഹി ലേറ്റ് അങ്ങനെയല്ല. അതിന് പകരം ക്വസ്റ്റ്യൻ വേർഡ് പറഞ്ഞ ഉടനെ അതിലുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ നൗണോ എടുത്തെഴുതുക എന്നുള്ളതാണ്. വൈ ഇവിടെ യു എന്നുള്ളതാണ്. യു ബിക്കംസ് എന്താവും? നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഹി അല്ലെങ്കിൽ ഷീ ആവും. ഇവിടെ നമ്മൾ ഹി ആണ് പറഞ്ഞത്. ബോയ് ആയതുകൊണ്ട് ഹി ആണ് പറയുന്നത്. ഓക്കെ, വൈ ഹി. ദെൻ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ വേർബ് പറയും. ആർ ബിക്കംസ് എന്താവും? അത് ഹി ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? വാസ്. വൈ ഹി വാസ് ലേറ്റ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സാധാരണ കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണോ അത് ഉണ്ടെങ്കിൽ അത് മാറ്റുക. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് ഒരു റിപ്പോർട്ടിംഗ് വേർബാണ്. ഹൗ ടു റിപ്പോർട്ട് എ ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആരാണോ പറഞ്ഞത് റിപ്പോർട്ടിംഗ് വേർബ്, ഇനി ആരോടാ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ നേരെ WH വേർഡ് കൊടുക്കുക. എന്നിട്ട് അതിലുള്ള സബ്ജക്റ്റ് എടുത്തെഴുതുക. എന്നിട്ട് ബാക്കി നമ്മുടെ വേർബ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് വൈ. ദെൻ സെക്കൻഡായിട്ട് ഞാൻ എന്താ പറഞ്ഞത്? ഹി. അതിലുള്ള സബ്ജക്റ്റ് എടുത്തെഴുതി. ദെൻ നെക്സ്റ്റ് ആർ ബിക്കംസ് വാസ് ലേറ്റ്. വൈ ഹി വാസ് ലേറ്റ്. The teacher asked the boy why he was late. Now next one. I write about people dash fortunate dash me. I write about people dash fortunate dash me.
ഒരു കൺജങ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഐ റൈറ്റ് അബൌട്ട് പീപ്പിൾ ഡാഷ് ഫോർച്ചുനേറ്റ് ഡാഷ് മീ ലെസ് ദാൻ ലിറ്റിൽ ദാൻ ലീസ്റ്റ് ദാൻ ലെസ് ടു. ഓക്കെ, പെട്ടെന്ന് ആൻസർ കിട്ടും, നമ്മളെ പെട്ടെന്ന് കിട്ടുന്ന ഒരു വേർഡാണ് അത്. ഐ റൈറ്റ് അബൌട്ട് പീപ്പിൾ ലെസ് ഫോർച്ചുനേറ്റ് ദാൻ മീ. ലിറ്റിൽ ദാൻ എന്ന് പറയും, ലെസ് ദാൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ലെസ് ഫോർച്ചുനേറ്റ് ദാൻ മീ എന്നുള്ളത്. ഓക്കെ, ലെസ് ഫോർച്ചുനേറ്റ് ദാൻ മീ. നൗ നെക്സ്റ്റ് വൺ. ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ് ഒക്കെ ചോദിക്കുന്ന പോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി 1 or 2, 1 മാത്രമല്ല 2, 3 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് ഇഫ് ക്ലോസ് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇഫ് ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ്, ഇഫ് ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ് ഡാഷ് എന്ന് പറഞ്ഞു. ഇഫ് ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ് ഡാഷ് ഒരു ഇഫ് ക്ലോസ് ആണിത്, കണ്ടീഷണൽ ക്ലോസ് ആണിത്. അപ്പോൾ അതിന് വരുന്ന 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ, ഇറ്റ് വിൽ ഹാവ് ബ്രോക്കൺ, ഇറ്റ് വിൽ ബ്രേക്ക്, ഇറ്റ് വുഡ് ബ്രേക്ക്. ഷുവറായിട്ട് ഇഫ് ക്ലോസ് നോക്കിയിട്ട് തന്നെ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകണം. ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്താലും ഉണ്ടാവും ഈ ഒരു ഇഫ് ക്ലോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇഫ് ക്ലോസ് പഠിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇഫ് ക്ലോസിൽ നമ്മൾ ഓക്കെ, ഇഫ് ക്ലോസിൽ നമ്മളൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. ഒരു കണ്ടീഷണൽ ക്ലോസിൽ 2 ക്ലോസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. ഇഫ് ഉള്ള ക്ലോസ് നമ്മൾ ഇഫ് ക്ലോസിനും അതിന് ശേഷം കോമക്കിന് മേ ബി അത് മുന്നേ ആയിരിക്കും വരിക, അല്ലെങ്കിൽ എന്തായിരിക്കും ഇഫ് ആദ്യം പറയും മെയിൻ ക്ലോസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ക്ലോസ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ടും മെയിൻ ക്ലോസ് പറയും. അപ്പോൾ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും അത് ആദ്യം ഓർത്ത് വെക്കുക. കോമ ഇഫ് ഉള്ള ക്ലോസ് ഇഫ് ക്ലോസും, മറ്റേ കോമക്ക് ശേഷമുള്ള അല്ലെങ്കിൽ ഇഫ് ഇല്ലാത്ത ക്ലോസ് നമ്മൾ മെയിൻ ക്ലോസ് എന്നും പറയും. അപ്പോൾ ഇഫ് ക്ലോസിലുള്ള വേർബ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ എന്ത് കൊടുക്കുക? മെയിൻ ക്ലോസിൽ എന്ത് വേണം? വില്ല്, ഷാല്, ക്യാൻ, മേ, ഇതിലേതെങ്കിലും ആയിരിക്കും കേട്ടോ. വിൽ, ഷാൽ, മേ. ഇനിയിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയാം വിൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വിൽ പ്ലസ് V1, വില്ലിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യുക. ബാക്കിയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. വിൽ പ്ലസ് V1 ആണ് എന്നുള്ളത് നമ്മൾ മൈൻഡിൽ വെക്കുക. ഇഫ് ക്ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ, ദാറ്റ് മീൻസ് ഇഫ് ക്ലോസിലുള്ള വേർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ, സിമ്പിൾ പാസ്റ്റ്. ഇഫ് ക്ലോസിൽ നമ്മൾ V2 ആണ് നമ്മൾ വേർബായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ വുഡ് പ്ലസ് V1 ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. വുഡ് അല്ലെങ്കിൽ ഷുഡ്, കുഡ്, മൈറ്റ് അതിലേതെങ്കിലുമൊക്കെ വരും. വുഡ് പ്ലസ് V1 ആയിരിക്കും ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ. ഈ 3 ഫോമേ വരുള്ളൂ കേട്ടോ. ഈ 3 ഫോമിൽ മാത്രമേ ഇഫ് ക്ലോസ് വരുള്ളൂ. ദെൻ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് മീൻസ് ഹാഡ് പ്ലസ് V3 ആണെന്നുണ്ടെങ്കിൽ, ഹാഡ് പ്ലസ് V3 ആണ് നമ്മുടെ ഇഫ് ക്ലോസിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കണം നമ്മൾ മെയിൻ ക്ലോസിൽ കൊടുക്കേണ്ടത്. ഈ ഒരു 3 പാറ്റേൺ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് മാത്രമേ നമ്മുടെ ഇഫ് ക്ലോസിൻ്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ വിൽ പ്ലസ് V1 ആയിരിക്കും മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ V2 ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആയിരിക്കും. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 ആണ് ഇഫ് ക്ലോസിൽ വരുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും വരിക. ഓക്കെ, നൗ ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇഫ് ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ്, ഇഫ് ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ് ഡാഷ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഫ് ക്ലോസിൽ മെയിൻ ക്ലോസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇഫ് ക്ലോസിലെ ഡ്രോപ്ഡ് എന്നുള്ള വേർബ് ഏതാണ്? ഡ്രോപ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡ്രോപ്ഡ് എന്നുള്ളത് V2 ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. V2 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്ത്? വുഡ് പ്ലസ് V1 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ വുഡ് പ്ലസ് V1 ഏതാ? ഇവിടെ വുഡ് ഹാവ് ആണ്, ഇവിടെ വിൽ ഹാവ് ആണ്, വില്ലാണ്. ഓക്കെ, ദിസ് ഇസ് ദ കറക്റ്റ്. ഇറ്റ് വുഡ് ബ്രേക്ക്, വുഡ് പ്ലസ് V1 ആണ് വരുന്നത്. ഇഫ് ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ് ഇറ്റ് വുഡ് ബ്രേക്ക്. നൗ they built the bridge across the river in 2001. They built the bridge across the river in 2001.
The sentence can also be written without changing the meaning as. മീനിങ് ചേഞ്ച് ചെയ്യാതെ നമുക്കിതെങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ മീനിങ് ചേഞ്ച് ചെയ്യാതെ എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് എന്താണ്? അത് പാസീവിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. They built the bridge across the river in 2001. ഓക്കെ, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്റ്റീവ് വോയിസിലാണ്. പാസീവ് വോയിസിലേക്ക് നമ്മളെടുത്ത് മാറ്റാനാണ് പറയുന്നത്. The bridge is built across the river in 2001. The bridge was built across the river in 2001. The bridge has been built across the river in 2001. The bridge had been built across the river in 2001. Okay. അപ്പോൾ നമ്മൾ ആക്റ്റീവ് പാസീവിലേക്ക് മാറ്റുന്നതിലുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള റൂള് പറയാം. എല്ലാവർക്കും അറിയാം ആക്റ്റീവ് പാസീവ് എന്നുള്ളത്. ആക്റ്റീവ് എന്നുള്ള സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള പാറ്റേൺ ആണ്. അത് നമ്മൾ പാസീവിലേക്ക് മാറ്റുക. പാസീവിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ പാസീവിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. അവിടെ സബ്ജക്റ്റ് ഡൂവർ ഓഫ് ദി ആക്ഷൻ എന്ന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ബൈ ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുക. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഓരോ ടെൻസിനും ഓരോ ഡിഫറൻസ് ചെറിയ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു ഇതായിട്ട് ആക്റ്റീവിൽ വരുന്ന സംഭവങ്ങൾ ഈ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടതെന്ന് പറയാം. ഓക്കെ, റൈറ്റ് റൈറ്റ്സ്, ദാറ്റ് മീൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ V1 സിമ്പിൾ V1 ആണെന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവിലേക്ക് ജനറൽ റൂൾ അറിയാം അല്ലേ. നമ്മളെ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് സബ്ജക്റ്റ് പ്ലേസിലുള്ള ആൾ ഒബ്ജക്റ്റിലേക്കും ഒബ്ജക്റ്റ് പ്ലേസിലുള്ള ആൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുമാണ് വരിക എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദെൻ നമ്മൾ ടെൻസിലുള്ള ഡിഫറൻസ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കുക. റൈറ്റ് റൈറ്റ്സ് എന്നുള്ളത് V1 ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന സമയത്ത് അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആ വേർബിന് എന്ത് മാറ്റാൻ വരിക? ആം, ഈസ്, ആർ പ്ലസ് റിട്ടൺ അല്ലെങ്കിൽ V3. എന്തായാലും പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന എല്ലാ വേർബും V3 ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആം, ഈസ്, ആർ എന്നുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ഓക്സിലിയറി നമ്മൾ യൂസ് ചെയ്യും. ആം എന്ന് പറയുന്ന ഐ ആണെങ്കിൽ ആം കൊടുക്കും. ഹീ, ഷീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസ്, ദേ, വി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ. അത് ആ ഒരു സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ അവിടെ ആം, ഈസ്, ആർ മാറ്റി കൊടുക്കും. ദെൻ റോട്ട്, ദാറ്റ് മീൻസ് V2 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? വാസ് ഓർ വേർ പ്ലസ് V3 ആയിരിക്കും. വിൽ റൈറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ വിൽ ബി, ആ ഒരു വില്ലിൻ്റെ കൂടെ ബി എന്നുള്ളൊരു വേർഡും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. വിൽ ബി റിട്ടൺ എന്ന് അറിയാം. ദെൻ ആം, ഈസ്, ആർ റൈറ്റിംഗ്, പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എ ലെറ്റർ ഈസ് ബീയിങ്, ആ ഒരു നമ്മൾ ശരിക്കും ഇവിടെയുള്ള റൈറ്റിംഗ് എന്നുള്ളതിന് ING ഫോമിനെ നമ്മൾ അപ്പുറത്ത് V3 ആക്കി. അപ്പോൾ ആ ഒരു INGനെ നമ്മൾ ബീയിങ് എന്നുള്ളൊരു വേർഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വാസ് ഓർ വേർ റൈറ്റിംഗ്, വാസ് ഓർ വേർ സെയിം, ആം, ഈസ്, ആർ, വാസ് ഓർ വേർ ഒക്കെ ഒരേ പടി തന്നെയാണ്. ബീയിങ് എന്നുള്ള വേർഡ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ. ദെൻ ഹാസ് ഓർ ഹാവ് ബീൻ, ഹാസ് ഓർ ഹാവ് റിട്ടൺ, പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ്, ഹാഡ് റിട്ടൺ പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിന് രണ്ടിനും നമ്മൾ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് ബീൻ എന്നുള്ളൊരു വേർഡ് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 ആയിരിക്കും യൂസ് ചെയ്യുക. ദെൻ വിൽ ഹാവ് റിട്ടൺ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണത് വിൽ ഹാവ്. അപ്പോൾ വിൽ ഹാവ് ബീൻ റിട്ടൺ എന്നാണ് പറയുക. അപ്പോൾ ഈ പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് വേർബിൻ്റെ V3 ഫോം കണ്ടെത്തേണ്ട ആവശ്യമില്ല. മറ്റ് ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താണ് V3 നമ്മൾ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 8 ടൈപ്സ് മാത്രമേ പാസീവ് ഫോമുള്ളൂ. 8 ടൈപ്സ് ഓഫ് ടെൻസിന് മാത്രം. ഇത് മാത്രം നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഏത് സെൻറ്റൻസ് വന്നാലും നമുക്ക് പാസീവിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ദേ ബിൽട്ട് ദ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ എന്നാണ് പറഞ്ഞത്. ദേ ബിൽട്ട് ദ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. ഇതിലുള്ള സബ്ജക്റ്റാണ് ദേ ബിൽട്ട്. ബിൽട്ട് എന്ന് പറഞ്ഞാൽ V2 ആണ് അല്ലേ. ബിൽട്ട് എന്നാ, ബിൽട്ട് എന്നാ. അപ്പോൾ V2 ആയിട്ടുള്ള ഒരു വേർഡാണ്, സിമ്പിൾ പാസ്റ്റിലാണ്. ദ ബ്രിഡ്ജ് അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ദ ബ്രിഡ്ജ് എന്നുള്ളത് യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ബിൽറ്റ് അല്ലെങ്കിൽ V2 ആണെന്നുണ്ടെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് V3 ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഓപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വാസ് ഓർ വേർ പ്ലസ് V3 ഏതിലാണ് വരുന്നത്? ഫസ്റ്റ് ബ്രിഡ്ജാണ് സ്റ്റാർട്ട് ചെയ്യുക. അതെല്ലാത്തിനും ഒരേപടി തന്നെ. നമ്മൾ ഇത് മാത്രം ഈ ഒരു വേർബിൻ്റെ ഡിഫറൻസ് ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ V2 ആണ്. വാസ് ഓർ വേർ പ്ലസ് V3 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈസ് ബിൽട്ട് ആണ്, ഇവിടെ വാസ് ബിൽട്ട് ആണ്. ഓക്കെ, വാസ് ബിൽട്ട് എന്നുള്ളതാണ് അല്ലേ. ദ ബ്രിഡ്ജ് വാസ് ബിൽട്ട്. ഇവിടെ ഹാസ് ബീൻ ആണ്, ഹാഡ് ബീൻ ആണ്. ഇതൊന്നും അല്ല. ദ ബ്രിഡ്ജ് വാസ് ബിൽട്ട് അക്രോസ് ദ റിവർ ഇൻ 2001. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു പാസീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ടെൻസിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഒബ്ജക്റ്റ് ഇങ്ങോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാകും. അതൊന്നും നമ്മൾ അറിയേണ്ട. നമുക്ക് ജസ്റ്റ് ഈ ഒരു വേർബിലുള്ള ചേഞ്ചസ് മാത്രം നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അതാണ് ഈ ഒരു സംഭവം. വേർബിൽ വരുന്ന ചേഞ്ചസ്, സോറി ടെൻസിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. 8 ടെൻസ് ഉണ്ട്. 8 ടെൻസിൻ്റെയും ചേഞ്ചസ്, പാസീവിലേക്കുള്ള ചേഞ്ചസ് എന്താണെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. യു കാൺ മേക്ക് ആൻ ഓംലെറ്റ് വിത്തൗട്ട് ഡാഷ് ദ എഗ്. യു കാൺ മേക്ക് ആൻ ഓംലെറ്റ് വിത്തൗട്ട് ഡാഷ് ദ എഗ്. ബ്രേക്കിംഗ്, ബ്രോക്കൺ, ബ്രോക്ക്, ബ്രേക്ക്. ബ്രേക്കിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് അല്ലേ. V1, V2, V3, V5 വേണമെങ്കിൽ പറയാം നമുക്ക്. യു കാൺ മേക്ക് ആൻ ഓംലെറ്റ് വിത്തൗട്ട് ബ്രോക്കൺ ദ എഗ് അല്ല, ബ്രോക്ക് ദ എഗ് അല്ല, ബ്രേക്ക് ദ എഗ് അല്ല. വിത്തൗട്ട് മോസ്റ്റ് ആപ്റ്റായിട്ടുള്ള ബ്രേക്കിംഗ് ദ എഗ്. വിത്തൗട്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ദെൻ ഡാഷ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ, ഹി റെഡ് എ ലോട്ട്. Dash an English teacher, he read a lot. Be, having, doing, being. Be an English teacher alla. Then being, having എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ബീയിങ് ആണോ ഹാവിങ് ആണോ? ബീയിങ് എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്രസസ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ്, ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ ബീയിങ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ ഹാവിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എക്സ്പ്രസസ് ദ ഐഡിയ ദാറ്റ് യു പൊസസ് സംതിങ്. എന്തെങ്കിലും കയ്യിലുണ്ടെന്ന് ഒരു പൊസ്സിങ് ആണ് എന്ത് ദിസ് ഹാവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റിൽ എന്താണ്? ഡാഷ് ആൻഡ് ഇംഗ്ലീഷ് ടീച്ചർ ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ. ഒരു സ്റ്റേറ്റ് അതിനെ കുറിച്ചാണ് പറയുന്നതിനെ കൊണ്ട് ഹാവിങ് ആണോ ബീയിങ്? ബി ഓർ ഡൂയിങ് എന്തായാലും വരില്ല. ഏതൊരാൾക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒന്നുകിൽ ഹാവിങ് അല്ലെങ്കിൽ ബീയിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പിന്നത്തെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഹാവിങ് ആണോ ബീയിങ്? ഒരു പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഹാവിങ് കൊടുക്കുക, ഒരു സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബീയിങ് കൊടുക്കുക. ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ എന്താണ് ആൻസർ? എന്താണ്? ഇറ്റ് ഈസ് ബീയിങ്. ബീയിങ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ, ഹി റെഡ് എ ലോട്ട്. ഒരു സ്റ്റേറ്റ് പറയുന്ന സമയത്ത് നമ്മൾ ബീയിങ് ആണ് യൂസ് ചെയ്യുക. ദെൻ റിഷ ക്യാൻ റീഡ് എ ഫ്യൂ വേർഡ്സ് റിട്ടൺ ഓൺ എ ചാർട്ട് പേപ്പർ ബട്ട് ഷീ cannot spell them. This is an example of. ഓക്കെ, ഒരു കുറച്ച് വേർഡ്സ് ചാർട്ടിൽ കൊടുത്തിട്ടുള്ള വേർഡ്സ് ഈ റിഷ എന്ന് പറഞ്ഞ കുട്ടിക്ക് വായിക്കാൻ പറ്റും. ബട്ട് ഷീ cannot spell them. പക്ഷെ സ്പെല്ലിങ്സ് പറയാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പ് ഓഫ് ലേണിങ്ങിനെ അല്ലെങ്കിൽ റീഡിങ്ങിനെ നമ്മൾ ഏത് ടൈപ്പ് ഡിഫക്റ്റീവ് റീഡിങ്ങിനാണോ, ഓർഗാനിക് റീഡിങ്ങിനാണോ, ഗ്രാഫിക് റീഡിങ്ങിനാണോ, എക്സ്റ്റെൻസീവ് റീഡിംഗ് ആണോ പറയുന്നതെന്നുള്ളതാണ്. ഗ്രാഫിക് റീഡിംഗ് ആണ് കേട്ടോ. മീൻസ് എഴുതിയ കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ സ്പെല്ല് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ ഗ്രാഫിക് റീഡിംഗ് എന്നാണ് പറയാം. ഓക്കെ, ഗ്രാഫിക് റീഡിംഗ്. പിന്നെ ഇത് റീഡിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. സ്കാനിങ് എന്താ, സ്കിമ്മിങ് എന്താ എന്നുള്ളത്. ഓക്കെ, സ്കാനിങ് എന്താ, സ്കിമ്മിങ് എന്നുള്ളത്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിംഗ് ഡിഫക്റ്റ് ആണ് കേട്ടോ. സ്കാനിങ് ഈസ് യൂസ്ഡ് വെൻ വി വോണ്ട് ടു ഫൈൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ ക്വിക്ക്ലി. ഓക്കെ, റീഡിംഗ് ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ് കേട്ടോ. സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് എന്നുള്ള ഡിഫക്റ്റ് അല്ല, ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്. ഇപ്പോൾ ഈ റീഡിംഗ് റിലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്. സ്കാനിങ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് വെൻ വി വാണ്ട് ടു ഫൈൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള റീഡിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒരു ബുക്ക് വായിക്കുകയാണ്, ഏതെങ്കിലും ഒരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും നോക്കില്ല. നമ്മുടെ കോൺസെൻട്രേഷൻ എന്തിൽ മാത്രമാണ്, ആ വേർഡ് കാണുക എന്നുള്ളതിൽ മാത്രമായിരിക്കും. അതാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ് എന്ന് പറയുന്നത് എന്താണ്?
It is a process of reading to get an overall idea, overall view. ഒരു കാര്യത്തിൻ്റെ ജിസ്റ്റ് കണ്ടെത്തുക അല്ലെങ്കിൽ ഓവറോൾ ഐഡിയ കണ്ടെത്താനുള്ള ടൈപ്പ് ഓഫ് റീഡിങ്ങിനാണ് നമ്മൾ എന്ത് പറയുക, സ്കിമ്മിങ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ സ്കാനിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എയിം മാത്രം, എന്താണോ സംഭവം അത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു വേർഡ് കണ്ടെത്തുക ഒരു പേജിലുള്ളതെന്നുള്ളത്, നമ്മൾ അത് മാത്രമേ നോക്കുകയുള്ളൂ, വേറെ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. നേരെ മറിച്ച് സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജിസ്റ്റ്, അതെന്താണോ ആ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ആ ഒരു പേജിൽ പറഞ്ഞതെന്നുള്ളത് നമ്മളൊരു ജിസ്റ്റ് കണ്ടെത്താനുള്ള ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. മെയിൻ ഐഡിയ. ദെൻ ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? റീഡിംഗ് ഇൻ ഡീറ്റെയിൽ വിത്ത് സ്പെസിഫിക് ലേണിംഗ് എയിംസ് ആൻഡ് ടാസ്ക്. ഒരു സ്പെസിഫിക് ലേണിംഗ്, നമുക്ക് എന്തെങ്കിലും എക്സാം എന്തെങ്കിലും കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ഇൻറ്റൻസീവ് ലേണിംഗ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത് പ്ലഷർ ലേണിങ്ങിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റെൻസീവ്. ഇൻറ്റൻസീവ് റീഡിങ്, റിപ്പോർട്ട്, ന്യൂസ് ഒക്കെ നമ്മൾ വായിക്കുന്നത് എന്താണ്, ഇൻറ്റൻസീവ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ ഒരു 4 ടൈപ്സ് ഓഫ് റീഡിംഗ് ടെക്നിക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കി വെക്കണം. ഗ്രാഫിക് ലേണിംഗിൻ്റെ പോലെ തന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദിസ് സ്കാനിങ്, സ്കിമ്മിങ്, ഇൻറ്റൻസീവ് റീഡിംഗ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നുള്ള പാർട്ട്. നെക്സ്റ്റ് വൺ. Rahul could not tolerate what Avani was saying. The phrasal verb that can replace tolerate is. Again, phrasal verbum നമ്മൾ if clause, reported speech, passive voice ഒക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന ഒരു സംഭവമാണ് this phrasal verb എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രാഹുൽ കുഡ് നോട്ട് ടോളറേറ്റ് എന്നുള്ള വേർഡിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്രേസൽ വേർബ് ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ടോളറേറ്റ്. അപ്പോൾ ടോളറേറ്റ്, അപ്പോൾ താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. പുട്ട് ഔട്ട്, പുട്ട് ഓഫ്, പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഓൺ. 4 ഓപ്ഷൻ, എല്ലാം 4 ഓപ്ഷനും പുട്ട് വെച്ചിട്ടാണ് അല്ലേ. പുട്ട് ഓൺ, പുട്ട് ഔട്ട്, പുട്ട് ഓഫ്, പുട്ട് അപ്പ് വിത്ത്. ഈ 4 ഓപ്ഷൻ മീനിങ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രേസൽ വേർബ് പുട്ട്, ടേക്ക്, അങ്ങനെ കുറേ ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ മീനിങ്സ് നമ്മൾ അറിയണം. ലുക്ക് ഓൺ, കീപ്പ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിങ്ക്വിഷ്, അനോയ് എന്നൊക്കെ പറയാം. ശരിക്കും പുട്ട് ഔട്ട് മീൻസ് തീ കെടുത്തുക എന്നുള്ളൊരു മീനിങ് ആണ് ശരിക്കിനുള്ളത്, പുട്ട് ഔട്ട്. ദെൻ പുട്ട് ഓഫ് എപ്പോഴും കേൾക്കുന്ന പോസ്റ്റ് പോൺ ചെയ്യുക അല്ലേ, എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. ദെൻ പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്. ദെൻ പുട്ട് ഓൺ, വെയർ, ഡ്രസ്സ് ധരിക്കുന്നതിനാണ് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയുക. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാഹുൽ കുഡ് നോട്ട് ടോളറേറ്റ് വാട്ട് ആവണി വാസ് സേയിങ്. സഹിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ ഒരു വേർഡ് ടോളറേറ്റ് എന്നുള്ള വേർഡിന് ആപ്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പുട്ട് അപ്പ് വിത്ത്. പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ് ആണ്, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ ആണ്, പുട്ട് ഓൺ വെയർ ആണ്, പുട്ട് അപ്പ് വിത്ത് ആണ് എന്ത് ടോളറേറ്റ് എന്നുള്ള മീനിങ് വരുന്നത്. ഓക്കെ, നൗ I go to the cinema once in a blue moon. The idiom once in a blue moon means, idioms and phrases എന്നുള്ള ഒരു ഏരിയ തന്നെ നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഫ്രീക്വൻ്റ്ലി, ഓൺ മൂൺലൈറ്റ് നൈറ്റ്സ്, ഓൺ ന്യൂ മൂൺ ഡേയ്സ്, ഒക്കേഷണലി. 4 ഓപ്ഷൻ ഉണ്ട്. വൺസ് ഇൻ എ, ഐ ഗോ ടു ദ സിനിമ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്തായാലും ഈ ഒരു സംഭവത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ആയിരിക്കില്ല. ഓൺ ന്യൂ മൂൺ ഡേയ്സ്, ഓൺ മൂൺലൈറ്റ് നൈറ്റ്സ്, നോ. ഒന്നുകിൽ ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ ഒക്കേഷണലി എന്നുള്ള. ഫ്രീക്വൻ്റ്ലി മീൻസ് ഇടയ്ക്കിടക്ക് എന്നുള്ള. ഐ ഗോ ടു ദ സിനിമ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഈ ബ്ലൂ മൂൺ എപ്പോഴാണ് ഉണ്ടാവുക? ഓക്കെ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് ഒക്കേഷണലി എന്നുള്ള. എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും എന്നുള്ള ഒരു മീനിങ്ങിലാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയാറുള്ളത്. അതേപടി തന്നെ നിങ്ങൾക്ക് പിന്നെയും കുറേ ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന ഫാർ ക്രൈ ഫ്രം, വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒക്കേഷണലി എന്നാണ്. ഫാർ ക്രൈ ഫ്രം മീൻസ് വെരി ഡിഫറെൻറ്റ് ഫ്രം. ഫാർ ക്രൈ ഫ്രം വെരി ഡിഫറെൻറ്റ്, ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ദെൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ്
ഹെവി റെയിനിങ്ങിനാണ് നമ്മൾ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാറ് കേട്ടോ. റെയിനിങ് ഹെവിലി, ഹെവി റെയിൻ ആണെന്നുണ്ടെങ്കിൽ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നാണ് നമ്മൾ പറയുക. ദെൻ ബ്രേക്ക് എ ലെഗ്, ബ്രേക്ക് എ ലെഗ്, ബ്രേക്ക് എ ലെഗ് അതിൻ്റെ മീനിങ് എന്താണ് ശരിക്കും? മീഡിയം ഗുഡ് ലക്ക് ആണ് കേട്ടോ. ബ്രേക്ക് എ ലെഗ് മീൻസ് ഗുഡ് ലക്ക്. ഇതേപടി കുറേ കാര്യങ്ങൾ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഇഡിയംസ് ഫ്രേസസ് ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ the next one, the questions a teacher is expected to ask while processing a reading passage in the class are called. എല്ലാ ടീച്ചേഴ്സിനും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ ക്വസ്റ്റ്യൻസ് എ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു ആസ്ക് വൈൽ പ്രോസസ്സിങ് എ ക്ലാസ്. ക്ലാസ് എടുക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു റീഡിംഗ് പാസേജിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എന്താണ്? ഗ്ലോബൽ ക്വസ്റ്റ്യൻ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ, ഇതൊന്നും അല്ല. സ്കഫോൾഡിങ് ക്വസ്റ്റ്യൻ എന്നാണ് പറയാറില്ല നമ്മൾ. സ്കഫോൾഡിങ് ക്വസ്റ്റ്യൻസ് മീൻസ് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെ എത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് will be an effective strategy to help learners who struggle to read. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാണ് താഴെ കൊടുക്കുന്നതിൽ എന്നുള്ള. വിച്ച് ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിൽ ബി ആൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജി ടു ഹെൽപ്പ് ലേണേഴ്സ് ഹു സ്ട്രഗിൾ ടു റീഡ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആസ്കിങ് ദ ലേണേഴ്സ് എ ഫ്യൂ ഇവാലുവേറ്റീവ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. സെക്കൻഡ് വൺ, ആസ്കിങ് ദ ലേണേഴ്സ് ടു സ്കാൻ ദ ടെക്സ്റ്റ് ഫോർ ലൊക്കേറ്റിംഗ് സ്പെസിഫിക് ഇൻഫർമേഷൻ. സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തൊരു അവരൊന്ന് ജസ്റ്റ് വായിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന വേർഡ് പറയുക, അത് ഒന്ന് അവരെ കൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കുക. ദെൻ ആസ്കിങ് ദ ലേണേഴ്സ് ടു സ്കിം ദ ടെക്സ്റ്റ് ഫോർ ഗെറ്റിംഗ് എ ജനറൽ ഐഡിയ. ജസ്റ്റ് സ്കിമ്മിങ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് എന്നുള്ള ആ ഒരു റീഡിങ് ടെക്നിക്കാണ് ഇവിടെ. ജസ്റ്റ് ഒരു ജിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ആ ഒരു ടെക്സ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ പറയാം. ആസ്കിങ് ദ ലേണേഴ്സ് ടു മാച്ച് എ ഫ്യൂ പിക്ചേഴ്സ് വിത്ത് ദ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ്. ആസ്കിങ് ദ ലേണേഴ്സ് ടു മാച്ച് എ ഫ്യൂ പിക്ചേഴ്സ് വിത്ത് ദ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൻ്റെ പിക്ചേഴ്സ് മാച്ച് ചെയ്യാനാണ് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുകയാണ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടുമായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ആൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജി ടു ഹെൽപ്പ് ലേണേഴ്സ് ഹു സ്ട്രഗിൾ ടു റീഡ്. വായിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടിയാണ്, ആ കുട്ടീനെ കൊണ്ട് സ്കാനിങ്ങും സ്കിമ്മിങ് ടെക്നിക്സൊക്കെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ? നോ. അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല ഇതൊന്നും കേട്ടോ. ദെൻ അപ്പോൾ മോർ ആപ്റ്റ് ആയിട്ടുള്ളത് ആസ്കിങ് ദ ലേണേഴ്സ് ടു മാച്ച് എ ഫ്യൂ പിക്ചേഴ്സ് വിത്ത് ദ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ് എന്നുള്ളത്. അതായത് ആ കുട്ടിക്ക് റീഡ് ചെയ്യാൻ കുറച്ച് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ അങ്ങനെ സ്കാനിങ് സ്കിമ്മിങ് ടെക്നിക്സ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ടു മാച്ച് എ ഫ്യൂ പിക്ചേഴ്സ് വിത്ത് എ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ്. നമ്മുടെ ക്ലാസ് റൂം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കാറ്റഗറി 1 സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നേരത്തെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് വന്ന പോലെ കുട്ടികളെ നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അവരൊക്കെ എങ്ങനെ നമ്മുടെ ക്ലാസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് എങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള സംഭവങ്ങളും നമുക്ക് ഈ ഒരു കാറ്റഗറി 1 നമുക്ക് ഇംഗ്ലീഷ് പാർട്ടിൽ ചോദിക്കാറുണ്ട്. Now, certain words are seen in blue color in the presentation of a poem shown by you using a presentation software. This is because certain words are seen in blue color. Blue color കാണുന്ന ഒരു presentation of poem shown by you using a presentation software. അപ്പോൾ അതിൽ യൂസ് ചെയ്തത് എന്താണെന്നുള്ളതാണ് നമ്മളടുത്ത് പറയുന്നത്. ദോസ് വേർഡ്സ് ആർ ആനിമേറ്റഡ് ആണോ? യു ഹാവ് യൂസ്ഡ് മാക്രോ ഇൻ ദ പ്രസൻറ്റേഷൻ. ദോസ് വേർഡ്സ് ആർ ഹൈപ്പർ ലിങ്ക്ഡ്. യു ഹാവ് യൂസ്ഡ് HTML in the presentation. Seen in blue color in the presentation of a poem. Okay, those words are hyperlinked ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം
ബ്ലൂ കളറിലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.